ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ടെക്നിക്കൽ വീഡിയോ അല്ല. ഞാൻ സാധാരണ അവതരിപ്പിക്കാറുള്ള ടെക്നിക്കൽ വീഡിയോ അല്ലെങ്കിൽ ബഡ്ഡിംഗ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കാറുള്ളത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ കുറേ നാളായിട്ടുള്ള മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, മുടി മൊത്തം കൊഴിഞ്ഞു പോകണ കാരണം എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടോ എന്നുള്ള വിവരം, എറണാകുളമാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിൽ നിന്ന് 2-3 ക്ലിനിക്കുകളിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു ക്ലിനിക്ക് ഞാൻ തിരഞ്ഞെടുത്തു. ഹെയറോക്രാഫ്റ്റ് എന്നാണ് ആ ക്ലിനിക്കിൻ്റെ പേര്. ഞാനും വൈഫും കൂടിയിട്ട് അവിടെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തല സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയ തരത്തിലുള്ളൊരു താരനുണ്ട്. പ്ലസ് ഏകദേശം ബാക്ക് സൈഡ് ഡോണർ ഏരിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 3400 ഗ്രാഫ്റ്റോളം വേണ്ടി വരും ഈ പോയിട്ടുള്ള ഭാഗം കവർ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് വരുന്നത് ഏകദേശം 85,000 രൂപ. അത് ഏകദേശം 1,05,000 രൂപ ആണ് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. പക്ഷെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചൊക്കെ 85,000 രൂപയ്ക്ക് അവരത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ 85,000 രൂപയ്ക്ക് നമ്മൾ വില്ലിങ് ആയി. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫോം എഴുതി തന്നു. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫയല് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 10-ന് സർജറി പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എന്നോട് ഏകദേശം അവരുടെ ക്ലോസിങ് ടൈം 4 മണിയാണ്. അപ്പോൾ അതിന് ഒരു 1 അവർ മുന്നേ അവിടെ എത്താനായിട്ട് പറഞ്ഞു. അവർ തല നല്ല രീതിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ആദ്യം ഫസ്റ്റ് ട്രിം ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്ത് തന്നു. ചെറിയ രീതിയിൽ താരൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റാനായിട്ടുള്ള ചെറിയ ലോഷനും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പിന്നെ ഒരു അനസ്തേഷ്യയുടെ ടെസ്റ്റ് ഡോസ് തന്നു അവർ. അതിനെന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തരാനായിട്ട് അത് നോക്കിയതിന് ശേഷം വീട്ടിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 9 മണിയായി കഴിഞ്ഞപ്പോൾ നമ്മളെത്തി. അപ്പോൾ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മൊബൈലിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സർജറിക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ചായ കാപ്പി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണം. ഏകദേശം 9 മണിക്ക് സർജറി സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ മുടി അതിന് നമ്മുടെ തലേന്ന് ബാക്കിൽ നിന്ന് പിഴുതെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു ആദ്യം നടന്നിരുന്നത്. അത് ഏകദേശം 9 മണി മുതൽ ഏകദേശം ഒരു 12 മണി വരെയൊക്കെ എടുത്തു. ഒരു 2100 മുടിയോളം ഏകദേശം തലേന്ന് ബാക്കിൽ നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട്, ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പോട്ട് അവർ മാർക്ക് ചെയ്യും ബാക്ക് സൈഡിൽ. അതായത് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനുള്ള ആ സ്പോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പോയിന്റുകളിൽ ആദ്യം കുത്തുന്ന ഒരു 3-4-5 കുത്തുകൾക്ക് ചെറിയ രീതിയിൽ ഒരു പെയിൻ ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ സൂചി വെച്ച് കുത്തരിപ്പിക്കാനായിട്ട് കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. അപ്പം ആദ്യത്തെ ഒരു 3-4 കുത്ത് നമ്മൾ സഹിച്ചേ പറ്റൂ. ആ ഒരു പെയിൻ നമുക്ക് ഉണ്ടാവും മുടി തലേന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത്. ഏകദേശം ഉച്ചയായിപ്പിക്കും 2100 ഗ്രാഫ്റ്റ് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞതിന് ശേഷം വന്ന് കൈയോടെ തന്നെ, ഒട്ടും സമയം വേസ്റ്റ് ആക്കിയില്ല, കൈയോടെ തന്നെ അവർ ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. 4 മണിയായിപ്പോഴേക്കും ഏകദേശം കംപ്ലീറ്റ് ആയി പ്രോസസ്സ്. അപ്പോൾ ഇംപ്ലാന്റേഷനും അല്ലെങ്കിൽ തലയിൽ മുടി വെക്കുന്ന സമയത്ത് അവർ സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ എഡ്ജുകളിൽ ആദ്യത്തെ ഒരു 3-4-5 കുത്തുകൾ അനസ്തേഷ്യ, അതായത് നമ്മൾ അവിടെ തരിപ്പിക്കുക. അവർ എന്നുവെച്ചാൽ ഈ മുടി നടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വേദന അറിയാതിരിക്കാൻ വേണ്ടി തരിപ്പിക്കും. അപ്പോഴും ആദ്യത്തെ ഒരു 3-4-5 കുത്ത് ശരിക്കും നമുക്ക് ചെറിയൊരു പെയിൻ എടുക്കും. സഹിക്കാൻ പറ്റാവുന്ന ഒരു പെയിൻ ഉള്ള ഒരു ഹെവി പെയിൻ ഒന്നും പറയാനായിട്ടില്ല. പക്ഷെ ചിലവർക്ക് അത് ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നാം. എനിക്ക് ചെറിയൊരു ലെവലിൽ പെയിൻ വന്നായിരുന്നു. ഏകദേശം 4 മണിയാകുമ്പോഴേക്കും ആദ്യത്തെ ഒരു ദിവസത്തെ സർജറി കംപ്ലീറ്റ് ചെയ്തു. അവർ ബാക്ക് സൈഡ് ഡോണർ ഏരിയ നല്ല രീതിയിൽ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് തന്നൊരു ബാൻഡേജൊക്കെ ഒട്ടിച്ചിട്ട് തലയിൽ ഡസ്റ്റ് ആവാതെ, അപ്പോൾ ഒരു പകുതി 2100 ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയുടെ ഒരു പകുതി ഭാഗം അവർ ഫില്ല് ചെയ്ത് തന്നു. ഒരു സർജിക്കൽ ബ്ലൂ ക്യാപ്പ് ഇട്ട് തന്നിട്ട് വിട്ടു, പൊടി കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലർന്ന് തന്നെ കിടക്കണം, ചായ കാപ്പി കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാനോ പാടില്ല, ബനിയൻസ് ഒന്നും യൂസ് ചെയ്യരുത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ. കാരണം ഊരിലിടലൊക്കെ ആകുമ്പോൾ മുടി തലേന്ന് പറഞ്ഞു പോരാണ്ട സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവരുത്. ഇവിടെ വന്നു കിടക്കുമ്പോൾ തല നേരെ വെച്ച് കിടക്കുമ്പോൾ ചെറിയ തരത്തിലുള്ള ഇറിറ്റേഷൻസും അസ്വസ്ഥതകളും സാധാരണ സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മുടി എടുത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അത് കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീറ്റു. നേരത്തോടെ തന്നെ ഒരു 9:30 ആയപ്പോഴേക്കും ഏകദേശം ക്ലിനിക്കിലെത്തി. 10 മണിയോടുകൂടി വർക്ക് സ്റ്റാർട്ടായി. ഏകദേശം 1300 ഗ്രാഫ്റ്റും കൂടിയാണ് പിടിപ്പിക്കാനായിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 1 മണിയോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 ദിവസം കൊണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം 2100 ഗ്രാഫ്റ്റ് എടുത്തു, അത് പിടിപ്പിച്ചു തന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ 1300 ഗ്രാഫ്റ്റ് എടുത്തു, അത് ഉച്ചയാകുമ്പോഴേക്കും പിടിപ്പിച്ചു. അത് 2 ദിവസത്തെയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ഫുള്ളായിട്ട് മറ്റേ പഞ്ഞി കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് ചുറ്റി റെഡിയാക്കി കെട്ടി തന്നു. തലയിൽ ഒരു സർജിക്കൽ ക്യാപ്പ് വെച്ച് തന്നു. 9 ദിവസം റെസ്റ്റിംഗ് പീരീഡ്. 10ാമത്തെ ദിവസം നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ക്ലിനിക്കിലേക്ക് വരണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം, അതുപോലെ ചായ കാപ്പി കാര്യങ്ങൾ ഒഴിവാക്കണം, നല്ല രീതിയിൽ ഉറങ്ങണം, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. ഇത്രയൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ അവർ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക് ഉണ്ട്, പിന്നെ വേദനയ്ക്ക് ഒരു ചെറിയ ഗുളികയുണ്ട്. പിന്നെ ബാക്ക് സൈഡിലെ ഡോണർ ഏരിയയിലേക്ക് നമ്മളിപ്പോൾ ഈ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് തന്നിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബെറ്റാഡിൻ വെച്ച് പുരട്ടണം. 2 തരം ഓയിൽമെന്റ് ഉണ്ട്. ആദ്യത്തെ വീക്ക് ഒരു ഓയിൽമെന്റ്, രണ്ടാമത്തെ വീക്ക് രണ്ടാമത്തെ ഓയിൽമെന്റും കൂടി. അതായത് മുറിവ് കരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത് അവർ ഈ ഓയിൽമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തന്നത്. ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് വേദന ഗുളികയുടെ ഒക്കെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഗുളികകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു അസ്വസ്ഥതയൊക്കെ തലയ്ക്ക് വന്നു. 2 ദിവസത്തേക്ക് ഉറങ്ങാൻ ഇതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം ഈ കട്ടൻ ചായ കട്ടൻ കാപ്പി ഇവരൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതും സ്റ്റോപ്പ് ആവും. പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള പോലെ 9 ദിവസം തല കുളിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാം കൂടി ആകുമ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് തല വിങ്ങുക, അങ്ങനെയുള്ള ഇറിറ്റേഷൻസ് ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. ഞാനിത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം ഈ സിംറ്റംസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 9 ദിവസം കഴിഞ്ഞ് ഞാൻ ക്ലിനിക്കിൽ ചെന്ന് തല അവർ വാഷ് ചെയ്ത് തന്നു. വാഷ് ചെയ്ത് തന്നതിന് ശേഷം പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആ തലയുടെ ഭാരം കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സെപ്പറേറ്റ് ഗുളിക തന്നിട്ടുണ്ട്. പിന്നെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോളി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. ഇത്രയാണ് ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവർ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇപ്പോൾ ഒരു 45 ദിവസത്തേക്ക് ജിമ്മ്, അതേപോലെ നീന്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. 45 ദിവസത്തിന് ശേഷം മാത്രമേ ഹെൽമെറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ കാറിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ഏകദേശം 9 ദിവസമാണ് റെസ്റ്റിംഗ് പീരീഡ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി. വെയിലടിക്കാനായിട്ട് പാടില്ല, മഴയും കൊള്ളാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതൽ തല വേർക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിൽക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എങ്ങടെയെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 9 ദിവസത്തിന് ശേഷം പുറത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോട്ടൻ്റെ തുണി വാങ്ങിയിട്ട് ഒരു ചെറിയൊരു ക്യാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അത് തലയിൽ ധരിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്ത മെത്തേഡ്, അതായത് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ 2 മെത്തേഡാണ് അവിടെ നിലവിൽ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പോലെ നീഡിൽ ടൈപ്പ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പെൻ ടൈപ്പ്. അപ്പോൾ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ടെക്നോളജി പെൻ ടൈപ്പ് ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കാരണം വെച്ചാൽ നീഡിൽ ടൈപ്പിന് കുറച്ചും കൂടിയും മുറിവുകളുടെ ഇത് കൂടുതലാണ്, അതുപോലെ തന്നെ ഗ്യാപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പെൻ ടൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാനായിട്ട് പറ്റും, കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പം അതുകൊണ്ട് രണ്ടിൻ്റെയും കോസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നീഡിൽ ടൈപ്പ് ചോദിച്ചില്ല, കാരണം ഞാൻ ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അതിൻ്റെ റേറ്റ് ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നു പെൻ ടൈപ്പിനെ അപേക്ഷിച്ച് നീഡിൽ ടൈപ്പിന് കോസ്റ്റ് കുറവായിരിക്കും. പെൻ ടൈപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞത് 85,000 രൂപയാണ്. അപ്പോൾ നീഡിൽ ടൈപ്പിന് അതിനേക്കാൾ താഴെയായിരിക്കും വരിക. അപ്പോൾ ഈ പെൻ ടൈപ്പാണ് ഞാൻ ചെയ്ത മെത്തേഡ്. അപ്പോൾ 9 ദിവസത്തിന് ശേഷം തല വാഷ് ചെയ്ത് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് പോയിട്ട് എനിക്ക് ആകെ കൂടി ഒരു സർജറി റിലേറ്റഡ് ആയിട്ടൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഫസ്റ്റ് ഡേ നമ്മൾ സർജറിക്ക് മുടി പിഴുതെടുക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരു 3-4 മണിക്കൂർ നേരം കമിഴ്ന്ന് കിടക്കണം. തല മുന്നിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് കമിഴ്ന്ന് കിടക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ പറയുന്ന കഴുത്തിന്റെ ഈ വശത്തുള്ള കഴുത്തിന്റെ ഭാഗത്ത് വേദന, അതേമാതിരി കമിഴ്ന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത്രയും കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തോളൂ. രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും പിന്നെ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് തലയിൽ ആദ്യത്തെ ഒരു 6-7 ദിവസം നോർമലാണ്. ഇപ്പോഴും എന്താ പറയുക, തലയുടെ ചെറിയ എന്താ പറയുക, തൊട്ടാൽ അങ്ങനെ ഒരു ശരിക്കും ഒരു ഫീലിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അത് തൊടുമ്പോൾ അറിയാവുന്ന ഒരു ചെറിയൊരു ഫീലിംഗ്, അതായത് അനസ്തേഷ്യയുടെ ഒരു ചെറിയ മരവിപ്പൊക്കെ പതുക്കെയാണ് അത് ബോഡിയിൽ നിന്ന് തലയിൽ നിന്ന് റിലീസ് ആവാന്ന് പറയുന്നു. അറിയില്ല, നമുക്ക് നോക്കാം. ഞാനതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.